രാജ്കുമാർ, അതായത് മത്സ്യബന്ധന ബോട്ടായിരുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ രാത്രിയിലൊക്കെ തന്നെ വലിയ രീതിയിൽ സന്തോഷമൊക്കെ പങ്കുവെച്ച് മടങ്ങിയ ആളുകളായിരിക്കാം ചിലപ്പോൾ, അല്ലേ? അവർ ഈ സർവീസൊക്കെ നടത്തിയതിനു ശേഷം കായലിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഒരു ആശ്വാസം എന്ന് പറയുന്നത് രാജ്കുമാർ, അവധി ദിവസമാണ്, അവരാരും തന്നെ ഉണ്ടായിരുന്നില്ല ബോട്ടുകളിൽ, വീടുകളിലേക്കൊക്കെ മടങ്ങിയ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടം ഒഴിവായി എന്നുള്ളതാണ്. രാജ്കുമാർ, എന്താണ് അവിടെ ജനങ്ങൾക്ക് പറയാനുള്ളത്? ഭദ്ര, അതിലൊരു പ്രധാന കാര്യം, ഈ ബോട്ടുകൾ ഏറെയും തമിഴ്നാട് സ്വദേശികളുടെയും നമ്മുടെ കൊല്ലത്തുള്ളവരുടെയും ഉണ്ട്. ഇതിൽ മത്സ്യത്തൊഴിലാളികൾ തമിഴ്നാട്ടുകാരാണ്. അവരിപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് നാട്ടിലേക്ക് പോയി. അതുകൊണ്ട് ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്നില്ല. ഇവിടെ നങ്കൂരമിട്ടിരുന്ന ഈ 10 ബോട്ടുകൾ, അതായത് 9 ഗില്ലറ്റ് ബോട്ടുകളും ഒരു ഫൈബർ വള്ളവുമാണ് കത്തി നശിച്ചത്. ഇപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ് നമ്മളോടൊപ്പമുണ്ട്. സാർ, ഇതിന് ഇപ്പോൾ ജില്ലാ സ്ഥലത്ത് സ്പോട്ടിൽ സാർ എത്തിയിട്ട് ഇതെല്ലാം നോക്കുന്നുണ്ടല്ലോ, എന്താണ് പ്രാഥമികമായി ജനങ്ങളോട് പറയാനുള്ളത്? പ്രാഥമികമായി ഇവിടെ ഇപ്പം വന്നപ്പോഴത്തേക്കും രാത്രി 2 മണിയോട് അടുപ്പിച്ചാണ് തീപിടുത്തം ഉണ്ടായത്, തുടങ്ങിയതെന്നാണ് മനസ്സിലാക്കിയത്. ഏതാണ്ട് 10ഓളം ബോട്ടുകൾ തീപിടിച്ചിട്ടുണ്ട്. അതിൽ എല്ലാം കത്തി നശിച്ചു. ഇപ്പോൾ അവസാനത്തെ ബോട്ടിൻ്റെ തീ കെടുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 9 ബോട്ടുകൾ തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശികളുടേതാണെന്നാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരെണ്ണം നീണ്ടകര സ്വദേശി ശ്രീ ലോറൻസിൻ്റെയാണ്. ഈ പറഞ്ഞ പോലെ വലകളും അതുപോലെ സിലിണ്ടറുകളും എല്ലാം ബോട്ടിൽ നിന്നും സിലിണ്ടറുകളൊക്കെ മാറ്റി അതിൻ്റെ സുരക്ഷ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വലകൾ കത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവസാനത്തെ ബോട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 ബോട്ടുകൾ തീപിടിച്ച് ഒഴുകി നടന്ന് അത് ഒന്ന് കത്തി നശിച്ചിട്ടുണ്ട്. അതാണിപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കി ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിൻ്റെ നാശനഷ്ടങ്ങളുടെ കണക്കുകളൊക്കെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കും. പോലീസ് ഇതിൻ്റെ പരിശോധനകളും നടത്തും. ഇതിൽ ഈ പലപ്പോഴും ഇതിലെ ഗ്യാസ് സിലിണ്ടറുകൾ ഇപ്പോൾ ഇന്ന് തന്നെ 3-4 ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതായിട്ടൊക്കെ നാട്ടുകാർ പറയുന്നു. ഈ വീടുകളിലെ ജനലുകളൊക്കെ കിടുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. സ്ഫോടനത്തിൻ്റെ ശബ്ദമൊക്കെ കേട്ട് പലരും ഭീതിയിലായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഈ സിലിണ്ടറുകൾ ബേസ്റ്റായത് ആ സമയത്തായിരിക്കില്ല. കാരണം വലകളിൽ തീപിടുത്തം ഉണ്ടായി അതിങ്ങനെ കത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് സിലിണ്ടർ കുറച്ച് പൊട്ടിത്തെറിച്ചാണെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പരിശോധനകളൊക്കെ പോലീസ് ഇതിൻ്റെ തീ അണച്ചതിന് ശേഷം നടത്തുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് മനസ്സിലായി. ഇതിൽ സുരക്ഷ സംബന്ധിച്ച് ഇതിപ്പോൾ 2ാമത്തെ സംഭവമാണ്. കഴിഞ്ഞ ഒരു 10 ദിവസത്തിനുള്ളിൽ ഇതിപ്പോൾ 2ാമത്തെ സംഭവമാണ്. 2 ബോട്ടുകൾ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ അഗ്നിക്കിരയായി. അതും ഈ പ്രദേശത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഇത് തുടർച്ചയായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സുരക്ഷ ഇതൊരു സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടല്ലോ, അത് ഈ ബോട്ടുകളിൽ പാലിക്കുന്നുണ്ട്. കോടാനുകോടിയുടെ നഷ്ടമാണ്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടത്തിൻ്റെ മാത്രമല്ല, ഉപജീവനമാർഗം തടസ്സപ്പെടുക ചെയ്യും. അതിൻ്റെ പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ നഷ്ടങ്ങൾ വിലയിരുത്തണം. അതോടൊപ്പം തന്നെ ഈ അടിക്കടി ഉണ്ടാകുന്ന തീപിടുത്തം എന്താണെന്നുള്ള കാരണങ്ങൾ കണ്ടെത്തണം. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കർശനമായിട്ടുള്ളൊരു പരിശോധന ഉണ്ടാവേണ്ടതുണ്ട്. മറ്റു വിശദാംശങ്ങളെല്ലാം അതിനുശേഷം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഭദ്ര, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെ ലോറൻസിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു ബോട്ട് കൂടി അഗ്നിക്കിരയായിട്ടുണ്ട്. ഇത് ലോറൻസ് ഇവിടെയുണ്ട്. ലോറൻസ്, എന്താ നിങ്ങളുടെ ബോട്ട് ഇവിടെ നങ്കൂരമിട്ടിരുന്നു? നമ്മുടെ ബോട്ട് ഇവിടെ നങ്കൂരമിട്ടിരുന്നാണ്. അവരുടെ ജോലിക്കാരെല്ലാം നാട്ടിൽ പോയിരുന്നു. ഇപ്പോൾ ഈ ഇലക്ഷൻ ആയതുകൊണ്ട് എല്ലാവരും ഇലക്ഷൻ വർക്കിനൊക്കെ പോകേണ്ടുന്നതുകൊണ്ട് അതിനു വേണ്ടി പോയി. പിന്നെ നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് നമ്മൾ അറിഞ്ഞില്ല. ഞാൻ 2:40 ഇവിടെ എത്തി. എല്ലാ ബോട്ടുകളും കത്തി കിടക്കുന്നതാണ് കാണുന്നത്. എത്ര നഷ്ടം വരും നിങ്ങളുടെ ഒരു ബോട്ടിന്? വേണ്ട ഒരു 50-55 ലക്ഷം രൂപ നഷ്ടം. അതിനകത്ത് എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. ലൈഫ് ജാക്കറ്റ്, മറ്റെല്ലാ ഉപകരണങ്ങളും നമ്മളെ ബോട്ടിലുണ്ട്. ഒരു ബോട്ടല്ലേ? ഒരു ബോട്ട്. അതിൽ എത്ര മത്സ്യത്തൊഴിലാളികളാണ്? ഇത് പരമ്പരാഗത ബോട്ടുകൾ? 6 പേര് 7 പേര് ശരാശരി. പണിക്ക് പോകുന്നത്? പണിക്കല്ല, വലപ്പണിക്ക്. ചൂണ്ടയുണ്ട്? ചൂണ്ടപ്പണി അവർ ചെയ്തില്ല, വലപ്പണിയാണ് ഇത് ചെയ്യുന്നത്. മുമ്പും കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ 2 ഇവിടെ ബോട്ടുകൾ. അത് നമ്മുടെ ട്രോളിംഗ് ഫിഷിംഗ് ബോട്ടായിരുന്നു. അത് ഇതുമായിട്ടുള്ള ബോട്ടല്ല. ഇതുവരെ ഇവിടെ നങ്കൂരം ഇട്ടിട്ട് അവർ വീട്ടിൽ നാട്ടിൽ പോവുകയാണ്. ജോലിക്കാരെല്ലാം പൊടിയൂരുകാരും അടുത്തുള്ള പ്രദേശത്തുകാരുമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ആരും ഇവിടെ കൊണ്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് കിടക്കുന്നുള്ള ഉറപ്പിലാണ് അവർ പോകുന്നത്. പോയി ഒരു 4 ദിവസമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് നാട്ടിൽ വരും. ഇവിടെ വന്ന് പണിക്ക് പോകും. വീണ്ടും വന്ന് കയറും. പണി കഴിയുമ്പോൾ നാട്ടിൽ പോവുക. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോട്ടിൻ്റെ ഈ സുരക്ഷ, അപ്പോൾ അത് ഞാൻ കളക്ടറോട് സംസാരിച്ചത്, സുരക്ഷ സംബന്ധിച്ച് നിങ്ങൾ അതിലേക്ക് ഒരു ഇതുണ്ടോ? ഈ സേഫ്റ്റി മെഷേഴ്സൊക്കെ നിങ്ങൾ പാലിക്കുന്നുണ്ട്? എല്ലാം പാലിക്കുന്നുണ്ട്. എല്ലാം ഞങ്ങൾ പാലിക്കുന്നുണ്ട്.
എല്ലാം പാലിക്കുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് തീ അണയ്ക്കുന്ന സാധനം വരെ നമ്മൾ കളക്ട് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അതേ കണക്കിന് ലൈഫ് ജാക്കറ്റ്, പിന്നെ അതേ കണക്കിന് വേണ്ടുന്ന എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. എന്നിട്ടും സംഭവിച്ചു. ഇതിപ്പം തീ കത്തിക്കഴിഞ്ഞാൽ ഞാൻ അകത്തോട്ട് കയറാൻ പറ്റത്തില്ലല്ലോ. അത് അണയ്ക്കണമെങ്കിൽ നമ്മൾ സാധനം ഉപയോഗിക്കാൻ തീയുടെ അകത്ത് കയറാൻ പറ്റും. എന്താ നിങ്ങളുടെ മനസ്സിനകത്ത് എന്താ അതിൻ്റെ ഒരു കാരണമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു? എന്ത് കാരണം സംഭവിച്ചെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ നീണ്ടരയാണ് എൻ്റെ വീട്. അവിടെ കിടന്നുറങ്ങിയിട്ട് ഞാൻ വിളിക്കുമ്പോൾ അവിടെ നാട്ടിൽ നിന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഭദ്ര നിലവിൽ പേര് റോബർട്ട്. ഭദ്ര, നമ്മളിപ്പോൾ നേരത്തെ നമ്മുടെ ബൈറ്റിൽ കാണിച്ച റോബർട്ടാണ്. അദ്ദേഹമായിരുന്നു ആദ്യം ഇതിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? വീട്ടിലെ തൊട്ട് മേളിൽ കാണുന്നത് എൻ്റെ വീട്. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ ഡാലിയെ പെണ്ണ നിലയം വിളിച്ച് ഓടി വന്ന് ബോട്ട് കത്തുന്ന ആരാണ്? ഡാലി ഈ വീടിൻ്റെ ഉടയൻ. അന്നേരം ബോട്ട് കത്തിപ്പോകുന്നു ഓടി വന്ന് പറയാം. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യങ്ങളെ ഉടുപ്പ് പോലും ഇല്ലാതെ ഓടി വന്നത്. ഇപ്പോഴാണ് ഞാൻ പോയി ഷർട്ട് എടുത്തിട്ടത്. അങ്ങനെ ഞങ്ങൾ വന്ന് 2 ബോട്ടിൽ നിന്ന് കത്തിയാണ്. പിന്നെ അന്നേരം ഇവിടുന്ന് ഫയർഫോഴ്സ് വന്ന് ആ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും ഞാനിങ്ങനെ ഒരു ആമർ കിട്ടിയതിൻ്റെ ഏരി 8-9 ബോട്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തി. അത്രയും ബോട്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തിയതാണ്. എന്തായാലും ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റേണ്ടി അത്രയും ബോട്ട് രക്ഷപ്പെട്ട് 2 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. മത്സ്യത്തൊഴിലാളിയല്ലേ? ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ അതിൻ്റെ ജങ്കാർ ഓടിക്കുന്ന ഒരു ശ്രാങ്കങ്ങളാണ്. എന്താണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മൾ പറയുന്നത് ഇതിനകത്ത് ഗ്യാസ് ഉണ്ട്. ഗ്യാസിൻ്റെ എന്തോ ഒരു ലീക്ക് സംഭവിച്ച് പിന്നെ ഡീസലുണ്ട്. ഒരു ബോട്ടിൽ തന്നെ 3000-4000 ലിറ്റർ ഡീസൽ കാണും. പിന്നെ ഈ ഫ്രണ്ടിലിരിക്കുന്ന വല, ഈ വലയ്ക്കകത്തൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഈ വല കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഫൈബറാണ് ബോട്ട്. പിന്നെ ആഞ്ഞിലിൻ്റെ തടി, പിന്നെ ഡീസൽ ടാങ്കിനകത്ത് 3000 ലിറ്റർ 2000 ലിറ്റർ ഡീസൽ കാണും. പിന്നെ ഗ്യാസ് കുറ്റി, ഇതും എല്ലാം ഡേഞ്ചറാണ്. അതാണ് ഈ സംഭവം നടന്നത്. ഇത്ര അപകടം പെട്ടെന്നുണ്ടായ കാര്യം ഇവിടെ ഉണ്ട്. പക്ഷേ ഈ തീ ഇത് എങ്ങനെ പടർന്നു എന്നാണ് സംശയം. ഇത് ഈ ഗ്യാസിനകത്തു നിന്നാണ് ഇത് സംഭവിച്ചേക്കുന്നത്. അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇവിടെ എല്ലാം വീടുള്ളതല്ലേ. ഈ ഇത്രയും ബോട്ടെങ്കിലും രക്ഷപ്പെടുന്നത് നമ്മൾ ആ ഒരു ആമർ കിട്ടിയതിൻ്റെ പേര്. വീണ്ടും ചോദിക്കുകയാണ്, ഈ തീ എങ്ങനെ അതിൽ ഫയർ ആകാനുള്ളൊരു പോസിബിലിറ്റി? നമ്മൾ ഉറങ്ങി കിടന്നതല്ലേ, നമുക്കറിയാൻ പറ്റില്ല. ആ നിലവിളിയായിട്ടാണ് നമ്മൾ ഓടി വരുന്നത്. വരുമ്പോൾ 2 ബോട്ടാണ് കത്തുന്നത്. ആ 2 ബോട്ടിൽ നിന്ന് കത്തിയാണ് പിന്നെ ഈ ഇപ്പം കിടക്കുന്ന ഈ 9 ബോട്ട് ഒരു ഫൈബറുള്ളും കത്തിപ്പോയി. ഭദ്ര, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവൻ പണയം വെച്ചിട്ടുള്ള ആ സമയത്ത് ഒരു രക്ഷാദൗത്യം, അതിൽ ഫയർഫോഴ്സ് സംഘങ്ങളും ഉണ്ടായിരുന്നു. ഇവരെല്ലാം ചേർന്നിട്ടാണ് ആ ചങ്ങലകൾ പൊട്ടിച്ച് മറ്റുള്ള ബോട്ടുകളെല്ലാം ഇവിടുന്ന് സുരക്ഷിതമായി മാറ്റി. അങ്ങനെയാണ് ഈ മറ്റു ബോട്ടുകളെ രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞത്. ഇപ്പോഴും ആ തീ പൂർണ്ണമായും അണഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. തീ ഇപ്പോഴും അതിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ ഒരു ബോട്ട് മാത്രം. നമ്മൾ നേരത്തെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. ഇത് ദൂരേക്ക് ഇവിടുന്ന് ഒരു 200-300 മീറ്റർ ദൂരേക്ക് മറ്റൊരു ബോട്ട് ഇതിലേക്ക് കായലിൽ ഒഴുകിപ്പോവുകയും ചെയ്തു. 2 ബോട്ടുകളാണ് അങ്ങനെ ഒഴുകിപ്പോയത്. എന്തായാലും നിലവിൽ 10 ബോട്ടുകൾ ഈ പൂർണ്ണമായും അഗ്നിക്കിരയായി. അതിൽ നിന്ന് ഒരു തുരുപ്പ് പോലും അവർക്ക് അതിൽ ഒരു എന്തെങ്കിലും ഇതുപോലും അവർക്ക് അതിൽ നിന്ന് സുരക്ഷിതമായി മാറ്റാൻ പോലും കഴിഞ്ഞില്ല. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം, പ്രത്യേകിച്ച് മത്സ്യബന്ധന മേഖലയിൽ വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. എന്തായാലും ഇപ്പോൾ ഇതിലുള്ള മത്സ്യത്തൊഴിലാളികൾ തമിഴ്നാട് സ്വദേശികളാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ നാട്ടിൽ പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഒരു കാഷ്വാലിറ്റി ഇല്ലാതായത്.